ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പണി എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ തൃശൂർ ടൗൺ ആണ് കാണിക്കുന്നത്. സതീഷ് എന്ന് പറയുന്ന ഒരാളാകട്ടെ ഒരു ചായക്കടയിലേക്ക് വരുന്നു. അയാൾക്ക് മറ്റാരുമായിട്ടോ ഒരു സ്ഥലത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ആ സമയത്ത് കടയിലേക്ക് കുരുവിള എന്ന് പറയുന്ന ഒരാൾ വരുന്നു. ഈ സതീഷും കുരുവിളയും നേരത്തെ അറിയാവുന്നവരായിരുന്നു. സതീഷ് കുരുവിളയോട് പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, നീ ഗിരിയോടൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് ശരിയാക്കി തരണമെന്ന്. നമ്മുടെ മൂവിയിലെ നായകനായ ജോജു ജോർജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഗിരി. ഈ കുരുവിള ഗിരിയുടെ പെങ്ങളുടെ ഭർത്താവാണ്. സീൻ അവിടെ നിന്നും കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കമ്മീഷണർ വരുന്നതാണ്. ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ട് അയാൾ മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട്, കേരളത്തിൽ നേരത്തെ കൂടുതൽ ഗുണ്ടാവിളയാട്ടം കൊച്ചിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ കൂടുതലും തൃശൂരിലാണ് ഈ ഗുണ്ടകളെല്ലാം സ്റ്റേ ചെയ്യുന്നത്. മെയിൻ ആയിട്ടും അയാൾ പറയുന്നത് ഡേവി എന്ന് പറയുന്ന ആളെ കുറിച്ചായിരുന്നു. വാറന്റ് ഡേവി എന്ന് വിളിക്കുന്ന അയാളുടെ പേരിൽ ഇതുവരെയും ഒരുപാട് വാറന്റുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അവർ ഗിരിയെ പറ്റിയും കുരുവിളയെ പറ്റിയും സജി എന്ന് പറയുന്ന ആളെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നു. തൃശൂർ ടൗണിൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ. അവരുടെ മേലുള്ള ഒരു കണ്ണ് വേണമെന്ന് കമ്മീഷണർ മറ്റു പോലീസുകാരോട് പറയുന്നു. സീൻ അവിടെ നിന്നും കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ടൗണിലൂടെ നടന്നു പോകുന്ന ഡോൺ സിജു എന്ന് പറയുന്ന രണ്ട് യുവാക്കളെയാണ്. അതിലെ ഡോൺ ആകട്ടെ അത്യാവശ്യം നല്ലൊരു വായ്നോക്കിയായിരുന്നു. അതിലെ പോകുന്ന സ്ത്രീകളെ എല്ലാം തന്നെ പ്രായം പോലും നോക്കാതെ അവൻ വായ്നോക്കൊണ്ടിരുന്നു. അങ്ങനെ അവന്മാര് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് കുറച്ചു ദൂരം നടന്നു വന്നപ്പോൾ അതുവഴി നേരത്തെ കണ്ട സതീഷ് എന്ന് പറയുന്ന അയാൾ വരുന്നു. അയാളെ കണ്ടതും ഇവന്മാർ അയാളെ പിടിച്ചു നിർത്തിയിട്ട് ആ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കുന്നു. നിങ്ങൾ ആ ജോഷേട്ടനായിട്ടുള്ള സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. ദേഷ്യം വന്ന സതീഷ് ആകട്ടെ ഇവന്മാരുമായിട്ട് വഴക്കിടുന്നു. ഇതൊക്കെ സംസാരിക്കാൻ നീയൊക്കെ ആരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഡോണിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ അയാളുടെ ശരീരത്തിൽ കുത്തിക്കയറിയിരുന്നു. പട്ടാപ്പകല് ഇത്രയും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടൊരു കൊലപാതകം, അതാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മുൻപിൽ സിജു ആകട്ടെ ഒരു വലിയ കുടയും നിവർത്തി പിടിച്ചു നിൽപ്പുണ്ട്. അവിടെ മൈക്ക് സെറ്റിന്റെ ബഹളം കാരണം സതീഷിന്റെ സൗണ്ട് ആരും കേട്ടതുമില്ല. തൊട്ടു ബാക്കിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ATM ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് അത് പ്രവർത്തിക്കാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാണ് ഇയാളുടെ മൃതദേഹം ഇവർ തള്ളുന്നത്. എന്നിട്ട് ഒന്നും അറിയാതെ പോലെ അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് അവർ ആ ഡ്രസ്സെല്ലാം മാറി പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിക്കടയിലേക്ക് കയറി. അതേസമയം തന്നെ ടൗണിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ നായകൻ ഗിരിയും അയാളുടെ വൈഫ് ഗൗരി ഇരിപ്പുണ്ടായിരുന്നു. അവരങ്ങനെ വരുന്ന വഴിക്ക് ഗിരിക്കൊരു കോള് വരുന്നു. ജയരാജ് എന്ന് പറയുന്ന ആളാണ് വിളിച്ചത്. താനിവിടെ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് ശിങ്കാരിമലത്തിന് ആൾക്കാരെയും കൊണ്ട് വന്നതാണ്. എന്നാൽ ഇവന്മാര് പറഞ്ഞ കാശ് തരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ കാശില്ലാതെ ഇവിടെ ഞാൻ പെട്ടു നിൽക്കുകയാണ്. നീ ഒന്ന് ഇവിടെ വരെ വരണോന്ന് പറഞ്ഞതും ഗിരി പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലുന്നു. തന്റെ കാറിൽ നിന്നും കുറച്ച് ക്യാഷ് കൊടുത്തിട്ടാണ് അയാൾ ജയരാജിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. തൽക്കാലം ജോലിക്കാർക്ക് ഈ കാശ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ജയരാജിന്റെ കയ്യിൽ ആ കാശ് ഗിരി കൊടുക്കുന്നു. എന്നിട്ട് ആ കടയുടമയോട് ഗിരി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് വൈകുന്നേരം കൊണ്ട് ആ കാശ് തിരിച്ചു തന്നോണമെന്ന്. അതൊക്കെ പറയാൻ നീ ആരാണെന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ മുഖത്ത് നല്ലൊരടി വീണിരുന്നു. ഞാൻ ആരാണെന്നൊക്കെ നീ ഈ ടൗണിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഗിരി കാറിൽ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ആ കാശ് ഗിരിയുടെ കയ്യിലെത്തിയിരുന്നു. അതേസമയം തുണിക്കടയിൽ നിന്ന് ഡ്രസ്സ് മാറിയ ശേഷം ഡോണും സിജുവും അതുവഴി നടന്നു പോകുമ്പോൾ ഡോണിന്റെ കാമുകി ഡോണിനോട് വന്ന് വഴക്കിടുന്നു. ഏകദേശം 4 ആഴ്ചയായിട്ടേ ഉള്ളൂ ഇവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. നിനക്ക് വേണ്ടി എത്ര നേരമായിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു എന്ന്. ഇപ്പൊ കുറച്ച് തിരക്കാ, നീ അവിടെ നിൽക്കുക, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും പോകുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവർ നേരത്തെ ധരിച്ചിരുന്ന ഡ്രസ്സും ആ കൊടയും എല്ലാം തന്നെ അവിടെ വെച്ച് അവർ കത്തിച്ചു കളയുന്നു. ഗിരി നേരെ പോകുന്നത് തന്റെ സഹോദരിയുടെയും കുരുവിളയുടെ അടുത്തേക്കാണ്. ഗിരിയുടെ സഹോദരിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ നിൽക്കുന്നയാള് ഗിരിയുടെ കസിൻ തന്നെയാണ്. സജി എന്നാണ് അയാളുടെ പേര്. ഇവരെല്ലാവരും തന്നെ ബിസിനസ്സിലെ പാർട്ട്നേഴ്സുമാണ്. വൈകുന്നേരത്തെ ഫംഗ്ഷന് അമ്മ വരുമോന്ന് ചോദിച്ചുകൊണ്ട് ഗിരി അമ്മയെ ഫോൺ ചെയ്യുന്നു. ദേവകിയമ്മ പറയുന്നുണ്ട്. എന്നാൽ ദേവകിയമ്മ പറയുന്നുണ്ട്, എന്റെ കുറച്ച് പഴയ കൂട്ടുകാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ഇന്ന് ഫംഗ്ഷന് തൽക്കാലം വരുന്നില്ല എന്ന്. സീൻ വീണ്ടും ആ ATMന്റെ അടുത്തേക്ക് കാണിക്കുകയാണ്. തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷം ഡോണും സിജുവും ഒന്നും അറിയാത്ത പോലെ തിരിച്ചു നടന്നു വരുന്നു. ATMന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നും ചോര പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ അവസരം മുതലെടുത്ത് അവരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നു. ചോര ചോരാന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാനും തുടങ്ങി. ഇത് കണ്ട് ആൾക്കാർ അകത്തേക്ക് കയറി നോക്കിയതും അതിനുള്ളിൽ ഡെഡ് ബോഡി കിടക്കുന്ന കാണുന്നു. പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് അവിടേക്ക് വരികയും ചെയ്യുകയാണ്. ബോഡി ആരാണ് ആദ്യം കണ്ടെന്ന് ചോദിക്കുമ്പോൾ സിജുവും ഡോണും ഉൾപ്പെടെ ഒരാൾ കൂടി കൈപ്പൊക്കുന്നുണ്ട്. അവർ 3 പേരെയും പോലീസുകാരെ തങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നു. അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ എഴുതിയെടുക്കുന്നു. ഡോൺ ഇതേ തൃശ്ശൂർ തന്നെ ഉള്ള ആളാണ്. എന്നാൽ സിജു ആകട്ടെ കൊല്ലത്ത് നിന്നും വന്നതുമാണ്. വണ്ടിയിൽ പോകുന്നതിനിടയ്ക്ക് ഗിരിയും സജിയും ഈ മരണ വാർത്ത അറിയുന്നു. അവർക്ക് പരിചയമുള്ള ആള് തന്നെയായിരുന്നു സതീഷ്. അവരോട് ഈ മരണ വാർത്ത പറയുന്നത് നേരത്തെ പോലീസുകാർ പറഞ്ഞ ആ വാറന്റ് ഡേവിയും. ഇവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. ആ തൃശ്ശൂർ ടൗണിലെ തന്നെ വലിയൊരു ഗുണ്ടയായിരുന്നു ഡേവി. പല പ്രശ്നങ്ങളും തീർപ്പാക്കാൻ അയാൾ മുൻകൈയിട്ട് ഇറങ്ങിയിരുന്നു. അയാളാണ് പ്രശ്നത്തിനിടയിൽ വന്ന് നിൽക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ അടുക്കാനും കൂട്ടാക്കാറില്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ഡോണിനെ അവരെ ആ ജോലി ഏൽപ്പിച്ച ആള് ഫോൺ വിളിക്കുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞു, കാശുമായിട്ട് നമ്മൾ ആദ്യം കണ്ട സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് വന്നാൽ മതി എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഡോണും സിജുവും ആ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്ക് പോയി. അവരവിടെ കാശ് കൊണ്ടുവരുന്ന ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഗിരിയുടെ വൈഫ് ഗൗരി അവിടേക്ക് വരുന്നത്. നല്ല ഒന്നാം തരം വായി നോക്കിയായ ഡോൺ ആകട്ടെ ഗൗരിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവളിലങ്ങ് മയങ്ങി. അവളുടെ പിറകെ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി പോവുകയും അവൾ
അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ അവളുടെ വയറ് കണ്ടിഷ്ടപ്പെട്ടിട്ട് അതുവഴി നടന്നു പോകുന്നതിനിടയിൽ അവളുടെ വയറിൽ തലോടുകയും ചെയ്യുന്നു. ദേഷ്യം വന്ന ഗൗരിയാകട്ടെ അവന്റെ മുഖത്തടിക്കുന്നു. വൃത്തികെട്ടവന്മാരെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നതും ഗിരി അവളുടെ അടുത്തേക്ക് വരികയായിരുന്നു. എന്തുപറ്റി, നീ എന്താ സാധനങ്ങളൊന്നും വാങ്ങിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നമുക്ക് പോവാമെന്നാണ് പറയുന്നത്. എന്നാൽ എന്താ സംഭവിച്ചെന്ന് ഗിരി എടുത്തു ചോദിച്ചപ്പോൾ ഗൗരി കാര്യം പറയുന്നു. ദേഷ്യം വന്ന ഗിരിയാകട്ടെ അവന്മാരെ രണ്ടുപേരെ എടുത്തിട്ട് അടിക്കുകയാണ്. രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പോലെ പരിക്ക് പറ്റി. എന്നിട്ട് ഗൗരിയും കൂട്ടി ഗിരി അവിടെ നിന്നും പോയി. വൈകുന്നേരം സഹോദരിയുടെ വീട്ടിലെ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് തിരിച്ചു വരികയായിരുന്നു. രണ്ടുപേരും പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. തങ്ങളുടെ പഴയ കാലത്തെ പറ്റി എല്ലാം തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ATM-ൽ വെച്ച് കൊല്ലപ്പെട്ട സതീഷിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരുന്ന ഗിരിയെയും കൂട്ടരെയുമാണ്. തലക്കച്ചവടത്തിന്റെ എന്തോ പേരിലുള്ള കൊലയാണിതെന്ന് അവർക്ക് മനസ്സിലായി. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഡേവി സതീഷിന്റെ കുടുംബത്തോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോണിനെയും സിജുവിനെയുമാണ്. അവരെ ഈ ജോലി ഏൽപ്പിച്ച ആൾക്കാരുടെ അടുത്ത് നിന്നും കിട്ടാനുള്ള കാശുമായിട്ട് രണ്ടുപേർ അവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്നാണ് അവർ കള്ളം പറയുന്നത്. എന്നാൽ തങ്ങളെ അടിച്ച് ഗിരിയോട് പകരം വീട്ടണമെന്നായിരുന്നു അവരുടെ മനസ്സിൽ. അന്ന് പകല് അവര് ഗിരിയുടെ വീടും പരിസരവും എല്ലാം തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. വീട്ടിൽ ആ സമയം ഗൗരിയും വേലക്കാരിയും മാത്രമേ ഉള്ളൂ. വീട്ടിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും തറവാട് വീട് ക്ലീനാക്കാൻ പോയിരിക്കുകയായിരുന്നു. ഗിരി ആകട്ടെ ഒരു സ്ഥലം നോക്കാനും പോയിരുന്നു. ഗൗരിയോട് പറഞ്ഞിട്ട് ബാൽക്കണി ക്ലീനാക്കാൻ വേലക്കാരി മുകളിലേക്ക് പോയി. കുറച്ചു കഴിയുമ്പോൾ മുകളിൽ നിന്നും കുറച്ച് കുപ്പികൾ താഴേക്ക് വീഴുന്ന സൗണ്ടാണ് ഗൗരി കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴാകട്ടെ സിജുവും ഡോണും ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. പേടിച്ചുപോയ ഗൗരി ഓടിപ്പോയി ബാത്റൂമിന്റെ ഡോർ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവർ രണ്ടുപേരും തള്ളി തുറന്ന് അകത്തേക്ക് കയറി. വേലക്കാരിയെ മുകളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഗൗരിയുടെ കൈ കട്ടിലിനോട് ചേർത്ത് കെട്ടിയ ശേഷം അവരാകട്ടെ ഗൗരിയോട് പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഞങ്ങളൊരു സോറി പറയാൻ വന്നതാണെന്ന്. പക്ഷെ അവരുടെ ഉള്ളിൽ നിറയെ പകയായിരുന്നു. ഉള്ളിൽ ആ ഒരു പക കിടക്കുന്ന കാരണം ഡോൺ ആകട്ടെ ഗൗരിയെ കിസ് ചെയ്യുന്നു. ഇത് സിജു തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും മതിയാകാതെ ക്രൂരമായിട്ട് അവർ ഗൗരിയെ റേപ്പ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ സംഭവം അറിഞ്ഞിട്ട് ഗിരി ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വരുന്നതാണ്. കാര്യങ്ങൾ അറിഞ്ഞ ഗിരി ആകെ തകർന്നിരുന്നു. ഗൗരി ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. സംഭവം അറിഞ്ഞ് ഗിരിയുടെ അമ്മ ദേവകിയും അവിടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ദേവകിയാകട്ടെ ഗൗരിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഒരു കുളി കഴിയുമ്പോഴേക്കും നീ ഇതെല്ലാം തന്നെ മറന്നിരിക്കണം. നമുക്ക് ആക്സിഡന്റുകൾ പറ്റാറില്ലേ, ആ സമയത്ത് കുറച്ചു നാൾ നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിയും. കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം ശരിയാവുകയും ചെയ്യും. അതുപോലെ ഒന്നായിട്ട് നീ ഇതിനെ കണ്ടാ മതി. അനുവാദമില്ലാതെ നമ്മളുടെ ശരീരത്ത് ആരെങ്കിലും തൊട്ടാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പാടാ. പക്ഷെ ഇതിനെ ഒരു ആക്സിഡന്റ് ആയിട്ട് നീ കണ്ടാ മതി. ഇതെല്ലാം മറന്നിട്ട് നീ പഴയതുപോലെ തന്നെ ആകണം. അതിനുശേഷം തിരിച്ച് ഗിരിയോട് വന്ന് ഇവര് പറയുന്നുണ്ട്, ഇത് ചെയ്തവന്മാരെ വെറുതെ വിടാൻ പാടില്ല എന്ന്. അവന്മാരെ എവിടെയാണെങ്കിലും അവന്മാരെ പൊക്കണം. ഗിരി വന്ന് ഗൗരിയുടെ അടുത്തിരിക്കുമ്പോ ഗൗരി പറയുന്നുണ്ട്, ഞാൻ ഓക്കെ ആണെന്ന്, ഇത് ഇവിടം കൊണ്ട് വിട്ടേക്കാൻ. എന്നാൽ അങ്ങനെ വിടാൻ ഗിരി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്മാരെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ പോലീസുകാരും അവന്മാരുടെ പിറകെ തന്നെയാണെന്ന് ഡേവിക്ക് മനസ്സിലായി. കാരണം ആ ATM-മാരുടെ നടക്കുന്ന സമയത്ത് അവിടെ അടുത്തെങ്ങും തന്നെ CCTV ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന്മാര് ദൂരെയുള്ളൊരു CCTV-യിൽ ക്യാപ്ചർ ആയിട്ടുണ്ട്. അതിൽ നിന്നും പലതവണ അവന്മാർ ആ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന്റെയും മാത്രമല്ല തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഒരു ബോക്സ് അഴിച്ചുകൊണ്ടുവന്ന് ഈ ഏരിയയിൽ പിടിപ്പിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇവർക്ക് കിട്ടി. കൊലപാതകം ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാതിരിക്കാനായിരുന്നു അവന്മാരങ്ങനെ ചെയ്തത്. പോലീസുകാർ ഓൾറെഡി അവരുടെ പിറകെയുണ്ട്. ഇപ്പോൾ ഡേവിയും ഗിരി അടങ്ങുന്ന സംഘവും അവരുടെ പിറകെ കൂടി. ഡോണും സിജുവും ഉൾപ്പെടുന്ന ഗുണ്ടകളുടെ തലവനെ ഇവർ പൊക്കുന്നു. ഷിബു എന്നായിരുന്നു അവന്റെ പേര്. ഡോണും സിജുവും ആ ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് വന്നതാണ്. ഇതവന്മാരുടെ ആദ്യത്തെ കൊട്ടേഷനുമാണ്. അയാളുടെ സഹായത്തോടു കൂടി ഡോണിന്റെ വീട് ഇവർ കണ്ടുപിടിക്കുന്നു. ഡോണിന്റെ അച്ഛനെ അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. തന്റെ മകൻ കുറച്ചു ദിവസമായിട്ട് വീട്ടിൽ വന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അയാളെ ഉപയോഗിച്ച് ഡോണിനെ ഇവിടേക്ക് വരുത്താനായിരുന്നു ഡേവിയുടെയും സംഘത്തിന്റെയും പ്ലാൻ. അതേസമയം ഡോണും സിജുവും ഒരു കടൽക്കരയിലായിരുന്നു. സിജു തന്റെ കാമുകയും കൂട്ടി അവിടെ സെക്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ അവന്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ 68ഓളം മിസ് കോളുകൾ. പണി പാളിയെന്ന് അവന് മനസ്സിലായി. ആരോ തങ്ങളെ പൊക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇത് കണ്ടതും സിജു പറയുന്നുണ്ട് ആ സിം ഊരി കളയാൻ. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുന്നു. കാമുകിയോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാനും പറയുന്നുണ്ട്. അവള് ദേഷ്യത്തിൽ ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഡേവിയുടെ ആൾക്കാർ അവിടെ വരുന്നു. അവന്മാരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ എന്നാണ് അവള് പറയുന്നത്. തൽക്കാലം അവളെയും അവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാത്രിയായപ്പോഴേക്കും മറ്റൊരു ചെറിയ ഫോണും സിമ്മും സംഘടിപ്പിച്ച ശേഷം ഡോൺ തന്റെ അച്ഛനെ വിളിക്കുന്നു. എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതാകട്ടെ ഡേവിയും. നിനക്ക് എന്റെ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങളുടെ മുൻപിൽ വരാനാണ് ഡേവി പറയുന്നത്. എന്നിട്ട് അവനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവന്റെ അച്ഛനെ ഒരുപാട് അടിക്കുകയും ചെയ്യുന്നു. അയാൾ പറയുന്നുണ്ട്, ഇവർക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്തു കൊടുക്കാൻ, നീ കാണിച്ചു കൂട്ടുന്നതിന്റെ എല്ലാം ഫലം ഞാനാണ് അനുഭവിക്കുന്നതെന്ന്. അച്ഛനെ അവന്മാര് പൊക്കിന്ന് മനസ്സിലായതും ഡോൺ പെട്ടെന്ന് ഫോൺ വെക്കുന്നു. സിജോ ഫോണും സിമ്മും എല്ലാം ദൂരേക്ക് വലിച്ചെറിയുന്നു. ഇനിയിപ്പോ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നാട് വിട്ടു പോണം, അല്ലെങ്കിൽ അവന്മാര് പറഞ്ഞ പോലെ അവന്മാരുടെ താവളത്തിലേക്ക് ചെല്ലണം. എന്നാൽ ഇത് രണ്ടും അല്ലാതെ വേറൊരു വഴിയുണ്ടെന്നാണ് ഡോൺ പറയുന്നത്. അതായത് അവർക്കിട്ട് പണി കൊടുക്കുക. കുറച്ചു സമയം അവിടെ നിന്ന് കഴിയുമ്പോൾ ഡേവിയുടെ വൈഫിന് ഗൗരിയുടെ കോള് വരുന്നു. ഡേവിയുടെ വൈഫ് ഗൗരിയുടെ അടുത്തേക്ക് പോയി. ഡേവി തിരിച്ച് അയാളുടെ വീട്ടിലേക്കും. സിജുവും ഡോണും ചേർന്നിട്ട് ഡേവിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു. ഉറങ്ങിക്കിടന്ന ഡേവിയുടെ കൈയും കാലും കെട്ടിയിട്ട് അയാളുടെ മുഖത്തടിച്ച് അയാളെ എഴുന്നേൽപ്പിക്കുകയാണ്. അയാളുടെ വീട്ടിലുണ്ടായിരുന്ന
ഒരാളെ അതിനു മുൻപ് തന്നെ ഇവർ കൊന്നിരുന്നു. ഇങ്ങോട്ട് പണിയുന്നതിന് മുൻപ് ഇവരുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയായിട്ട് കൊല്ലാനായിരുന്നു സിജുവിന്റെയും ഡോണിന്റെയും പ്ലാൻ. അവർ ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെ ഡേവിയെ കുത്തിക്കൊല്ലുന്നു. സംഭവം വലിയ വാർത്തയായി മാറി. ഒരുപാട് റൌഡികൾ ഡേവിയുടെ വീടിന് ചുറ്റും കൂടി. ഗുണ്ടാത്തലവനായ ഡേവിയെയും അനുയായിയും കൊന്നു എന്നുള്ള വാർത്തകളായിരുന്നു ന്യൂസ് ചാനലിലെല്ലാം തന്നെ. ഡേവിയുടെ വൈഫും ആകെ തകർന്നാണ് അവിടേക്ക് വരുന്നത്. ബോഡി കാണാൻ ഗിരിയും സജിയും കുരുവളി ഉൾപ്പെടെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അവന്മാരുടെ പണിയാണെന്ന് മനസ്സിലായതോടുകൂടി അവരെല്ലാവരും വീണ്ടും വലിയ കലിപ്പിലായി. പോലീസുകാർ അവന്മാരെ ഇപ്പൊ പിടിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. അവിടെ നിന്നും ആകെ തകർന്നായിരുന്നു ഗിരി വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വന്നത്. എന്നാൽ വഴിമധ്യേ ഈ സിജുവും ഡോണും ചേർന്നിട്ട് ഗിരിയുടെ കാറിനെ ആക്രമിക്കുന്നു. ഗിരിയെ അവർ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് ഗിരി തിരിച്ചും ഷൂട്ട് ചെയ്യുന്നു. അവന്മാര് അവിടെ നിന്നും ബൈക്കും എടുത്ത് രക്ഷപ്പെട്ടു. തോളിന് വെടിയേറ്റ് ഗിരി അതൊന്നും വകവയ്ക്കാതെ അവന്മാരുടെ പിറകെ കാറും എടുത്തു കൂടി. കുറച്ചുനേരം വലിയൊരു ചേസിംഗ് തന്നെയാണ് നടക്കുന്നത്. അവസാനം ഒരു പാലത്തിന് മുകളിൽ വെച്ചിട്ട് ഗിരി തന്റെ കാറുമായിട്ട് അവരുടെ ബൈക്കിൽ പോയി ഇടിക്കുന്നു. ബൈക്കിൽ നിന്നും രണ്ടുപേരും തെറിച്ച് വെള്ളത്തിലേക്ക് വീണു. അവരുടെ ഫോൺ അവിടെ നിന്നും ഗിരിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഗിരി ഹോസ്പിറ്റലിൽ പോയി തന്റെ മുറിവെല്ലാം തന്നെ വെച്ച് കിട്ടുന്നു. ദേവിയുടെ മരണത്തിൽ എല്ലാവർക്കും ഒരുപോലെ ദുഃഖവും ദേഷ്യവും എല്ലാം തോന്നി. എങ്ങനെയെങ്കിലും അവന്മാരെ പൊക്കിയേ പറ്റുമെന്നൊരു ചിന്തയായി. കുറച്ച് ദിവസങ്ങളായിട്ട് ഡോണിനെയും സിജുവിനെയും പറ്റി ഒരു അറിവുമില്ല. അവന്മാരെവിടെ പോയിന്ന് ആർക്കും കണ്ടെത്താനും കഴിയുന്നില്ല. ഡോണിന്റെ വീടിന്റെ അടുത്തുള്ള വീട്ടുകാർക്ക് കുരുവിള കാശ് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ എപ്പോഴെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ വിവരം തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാകട്ടെ കുരുവിളയെ കാത്ത് സിജുവും ഡോണും ഇരിപ്പുണ്ടായിരുന്നു. ബാക്കിലൂടെ വന്നിട്ട് അയാളെ ആക്രമിക്കുന്നു. അയാളുടെ ശരീരത്തിലും ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവർ കുത്തുകയാണ്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ ഫോണിൽ നിന്നും ഗിരിയുടെ ഫോണിലേക്ക് അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട് കുരുവിള ഇവിടെ മരണത്തോട് മല്ലടിച്ച് കിടപ്പുണ്ടെന്ന്, വേണമെങ്കിൽ വന്ന് രക്ഷിച്ചു കൊള്ളാൻ. അത് കേട്ടതും ആകെ പേടിച്ച് ഞെട്ടിത്തെറിച്ച് ഗിരിയും കൂട്ടരും അവിടെ കൂടി വരുന്നു. കുരുവിളയെ എങ്ങനെയൊക്കെയോ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തായാലും അയാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ദേവിയുടെ മരണവും കുരുവിളുടെ നേരെയുള്ള ആക്രമണവും കൂടി ആയതോടുകൂടി ഇവരെല്ലാവരും ആകെ ടെൻഷനിലായി. ഗൗരിയാകട്ടെ വിചാരിക്കുന്നത് ഇതെല്ലാം താൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ്. പോലീസുകാരും റൌഡികളും എല്ലാം ചേർന്നിട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ദേവകി ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ, തൽക്കാലം ഞങ്ങൾ 1-2 പേര് മതി ഇവിടെയെന്ന്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവർ അവിടെ എടുത്തിരുന്ന റൂമിലേക്ക് ദേവകി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ദേവകി മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതേ ലിഫ്റ്റിൽ തന്നെ സിജുവും ഡോണും കയറിയിരുന്നു. ഗുണ്ടകളുടെയും പോലീസുകാരുടെയും എല്ലാം കണ്ണുവെട്ടിച്ച് പർദ്ദയിട്ട സ്ത്രീകളുടെ വേഷത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ദേവകിയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ദേവകി അവരെ തടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ അവര് ദേവകിയെ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞവര് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ തുടരെ ഇവര് കൊടുക്കുന്ന ഈ പണികൾ കാരണം ഗിരി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ദേവകി അവരെ ആക്രമിച്ചെങ്കിലും അവര് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേഷ്യം വന്ന ഗിരിയാകട്ടെ അവന്മാരെ പിടിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് പോലീസുകാരുടെ അടുത്ത് നിന്നും ഗിരിക്ക് കോള് വരുന്നത്. അവന്മാരെ പോലീസുകാർ കൈയോടെ പൊക്കിയെന്ന് പറഞ്ഞിട്ട്. ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിന്നാണ് അവന്മാരെ പൊക്കിയത്. മനഃപൂർവ്വം അവന്മാരെ പിടുത്തം കൊടുത്ത പോലെയുണ്ട്. സ്റ്റേഷനിലേക്ക് ഗിരി എത്തിയെങ്കിലും ഗിരിക്ക് അവന്മാരെ അവിടെ ഇട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പോലീസുകാർക്കും അവന്മാരെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലേ പറ്റൂ. തങ്ങൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഗിരി പണിയുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അവർ പിടികൊടുത്തതാണ്. ജയിലിനകത്ത് കിടന്നിട്ടും അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഗിരി അവർ വെല്ലുവിളിക്കാൻ തുടങ്ങി. തൽക്കാലം ഗിരി അവിടെ നിന്നും പോയെങ്കിലും പിറ്റേന്ന് രാവിലെ ഇവരെ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് ഒളിഞ്ഞിരുന്ന് ഇവരെ രണ്ടുപേരെയും വെടിവെക്കുന്നു. രണ്ടുപേരുടെയും തോളിനായിരുന്നു വെടിയേറ്റിരുന്നത്. സംഭവം വഷളായതോടുകൂടി പോലീസുകാർ ഇവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഹൈ സെക്യൂരിറ്റിയും അവർക്ക് കൊടുത്തു. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലെല്ലാം തന്നെ പോലീസുകാരും ഗുണ്ടകളും നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ഗുണ്ടകൾക്കിടയിൽ വലിയൊരു വഴക്ക് നടക്കുകയും പോലീസുകാർ ആ തർക്കം നോക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നൊരു ആംബുലൻസ് നിയന്ത്രണം തെറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയിൽ ഇടിക്കുന്നു. വലിയ സൗണ്ടോട് കൂടിയാണ് അത് സംഭവിച്ചത്. ഇതെല്ലാം മനഃപൂർവ്വം നടക്കുന്നതായിട്ട് അവിടുത്തെ പോലീസുകാർക്ക് തോന്നി. അവർ തിരിച്ചു വന്ന് റൂമിലേക്ക് നോക്കുമ്പോൾ അവിടെ സിജുവും ഡോണും ഉണ്ടായിരുന്നില്ല. ഭിത്തി തകർത്ത് അവരെ രണ്ടുപേരെയും ഗിരിയുടെ ആൾക്കാർ കൊണ്ടുപോയിരിക്കുന്നു. എന്നാൽ ഗിരിക്കും കൂട്ടർക്കും എതിരെ പോലീസുകാർക്ക് ഒരു തെളിവുമില്ലാത്ത കാരണം അവരെ പിടിക്കാനും സാധിക്കില്ല. ഗിരി ഇവരെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസുകാർ പോയി അന്വേഷിച്ചെങ്കിലും എവിടെ നിന്നും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒഴിഞ്ഞുകിടന്ന ഒരു കമ്പനിയിലേക്ക് ഗിരി ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അത്രയൊക്കെ അടി കിട്ടിയിട്ടും അവന്മാർക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേദനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അവസാനം ഇവരെ രണ്ടുപേരെയും അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഗിരിയേട്ടന്റെ ഈ സെറ്റപ്പ് എന്തുവാണെന്ന് അവർ പരസ്പരം സംസാരിക്കുകയാണ്. എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടായിട്ടെന്താ, സ്വന്തം സഹോദരങ്ങളെയും കൂട്ടുകാരെയും അമ്മയും ഒന്നും തന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചിയുടെ കാര്യം പറയേ വേണ്ട. ചേച്ചിയുടെ കാര്യം പറയുമ്പം ഗിരിയേട്ടൻ നല്ല പോലെ കൊള്ളും. അത്രയും അവന്മാർ പറഞ്ഞു തീർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് അവരുടെ ശരീരത്തിൽ എവിടെയോ ഘടിപ്പിച്ചിരുന്ന ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും അവരുടെ ശരീരം ചിന്നിച്ചിതറി പോവുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഉപദ്രവിച്ച അവർ രണ്ടുപേരെയും കൊന്നൊടുക്കിയ ശേഷം ഗിരിയും കൂട്ടരും അവിടെ നിന്നും പോവുകയാണ്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.